ഹലോ ഗൈസ്, ദിസ് ഈസ് വിഷ്ണു ഫ്രം MD വ്ളോഗ്സ്. അപ്പോൾ MD വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ 10 മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട് കൊറോണ പിന്നെ നമ്മുടെ ഏരിയ കണ്ടെയ്ൻമെൻറ് സോൺ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് മെയിനായിട്ട് ഇടാഞ്ഞത്. അതിന് മുന്നേ എനിക്ക് എക്സാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നത്. അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഏകദേശം 1200 പേരോളം കണ്ടു. കുറേ പേര് എന്നെ കോൾ ചെയ്തവരുണ്ട്, പിന്നെ മെസ്സേജ് അയച്ച് സംശയങ്ങൾ ചോദിച്ചവരുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്കിട്ട് കിട്ടിയ ഒരു 8ൻ്റെ പണി. നമ്മളൊരു സെക്കൻഡ് വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതെങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി പോയി കണ്ടു. മാരുതി 800 ആണ് വണ്ടി, 2003 വണ്ടി. പക്ഷേ നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുടെ 5 ടയറും സ്റ്റെപ്പിനോട് കൂട്ടി 5 ടയറും നല്ല കണ്ടീഷനാണ്. പിന്നെ വണ്ടിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടി മെയിനായിട്ട് എടുക്കാൻ കാരണം. നമുക്ക് മോഡിഫൈ ഇറക്കാനായിട്ടാണ് നമ്മൾ ആ വണ്ടി എടുത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻ വീഡിയോസൊക്കെ വഴിയായി ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കിട്ടിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 30,000 കൊടുത്താണ് ആ വണ്ടി എടുത്തത്. 30,000 രൂപയ്ക്ക് നമുക്ക് ആ വണ്ടി കിട്ടി. 2003 വണ്ടി, നോൺ AC ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല. ആ വണ്ടി നമുക്ക് 30,000-ന് കിട്ടി. എന്നിട്ട് കിട്ടി ഒരു 8ൻ്റെ പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഷുറൻസും എടുത്തു, ടാക്സും അടച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കിട്ടുള്ള പണി നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷുറൻസിന് ഏകദേശം 3000 രൂപയോളം ഇൻഷുറൻസ് 3000 രൂപയായി. പിന്നെ 8,200 രൂപ ടാക്സ് അടച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും അക്ഷയ വഴിയാണ് അടച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ RT ഓഫീസിൽ പോയി തിരക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ. ടെസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് സാറ് ഇത് RC ബുക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് RC ബുക്കാണെന്ന് വിചാരിക്കുക. സാറ് വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 1/1/2019 തീർന്നു. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞ് പോയാലും 3000 രൂപ ഫൈനാണ്. ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് പോയാലും 3000 രൂപ ഫൈൻ അടക്കണം. പിന്നെ ഓരോ മാസവും 500 രൂപ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഇന്ന് വരെ ആ മാസം വരെയുള്ള 500 രൂപ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. ഒരു മാസം 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2020 9-ാം മാസമാണ്. 9-ാം മാസം വരെയുള്ള 500 രൂപ നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഏകദേശം എത്രയായി? 12 9 21 ആകുമ്പത്തിന് 500 × 21 1500 പ്ലസ് 3000. 1500 പ്ലസ് 3000 ആയപ്പോൾ എത്രയായി? 13,500 ആയില്ലേ? 13,500 പിന്നെ 2,500 നമുക്ക് വണ്ടി റീടെസ്റ്റ് ചെയ്യാനായിട്ട് 2,500 രൂപ. അപ്പം 16,000 രൂപ. പിന്നെ വണ്ടി പേര് മാറ്റുന്നതിന് 600 രൂപ ആവും. 600 ആയപ്പോഴത്തേക്കിന് എത്രയായി? 16,600 രൂപയായില്ലേ? അപ്പോൾ 16,600. പിന്നെ നമ്മൾ ടച്ച് ആൻഡ് പോളിഷിന് വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടച്ച് ആൻഡ് പോളിഷിന് കൊടുത്തിട്ട് 5,000 രൂപ. കാരണം ഡ്രമ്മൊക്കെ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യണം, അറിയാമല്ലോ. വണ്ടി റീടെസ്റ്റ് ആകുമ്പോഴത്തേന് ഡ്രമ്മൊക്കെ എത്ര നീറ്റ് കണ്ടീഷനാണെങ്കിലും ഡ്രമ്മൊക്കെ തുരുമ്പടിച്ച് കാണും. 2003 മുകളിൽ വണ്ടിയല്ലേ. അപ്പോൾ ഡ്രമ്മൊന്ന് റീപെയിൻറ്റ് ചെയ്യണം. എല്ലാം കൂടെ ഒരു 5 രൂപ. വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണം. എല്ലാം കൂടെ 5 രൂപ അറൗണ്ട് ഒരു 5 രൂപയായി. അപ്പോൾ എത്രയായി? ഏകദേശം 16,5 21 600 ആയില്ലേ? പിന്നെ ഈ നമ്മൾ 11,200 നമുക്ക് എക്സ്ട്രാ ആയി. കാരണം മറ്റേ ഇൻഷുറൻസും ടാക്സുടെ. അപ്പോൾ ഏകദേശം 32 രൂപ ആയി. അപ്പോൾ വണ്ടി വില 30,000 രൂപ. ബാക്കി പേപ്പർ റെഡിയാക്കാനായിട്ട് 32,000 രൂപ. അപ്പോൾ എത്രയായി? 62,000 രൂപ ആയില്ലേ? നമുക്കൊരു 2003 വണ്ടിക്ക് 62,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നമുക്കിട്ട് ചവിട്ടും? ഒരു മാരുതി 800 2003 വണ്ടി 60,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അതിനുള്ള ഒന്നുമില്ല ആ വണ്ടി. കൂടിപ്പോയാൽ 40-45 രൂപ അത്രേ ഉള്ളൂ. കാരണം നോൺ AC വണ്ടിയാണ്, പവർ സ്റ്റിയറിംഗ് അല്ല. ഇതാണ് നമുക്ക് പറ്റിയ ആക്കിടി. എല്ലാവരും വണ്ടി എടുക്കാൻ നേരം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഇതൊരു RC ബുക്കിൻ്റെ കോപ്പിയാണ്. എൻ്റെ ബൈക്കിൻ്റെ RC ബുക്കിൻ്റെ കോപ്പിയാണ്. ഇത് കണ്ടില്ലേ? ഈ രജിസ്ട്രേഷൻ വാലിഡിറ്റി എന്ന് പറയുന്ന ഈ സാധനം കണ്ടോ?
ആ സാധനത്തിൻ്റെ അവസാനം 2 എന്നുള്ളതിന് ഇവിടെ നോക്കിയാൽ മതി. ഈ വണ്ടിക്ക് 2019 രജിസ്റ്റേർഡ് ആണ്, 2034 വരെ ഉണ്ട്. അതുകൊണ്ട് 34 വരെ നമുക്കൊന്നും ചെയ്യണ്ട. 34 കഴിഞ്ഞിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ 2 കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കണം എപ്പോഴും ഡേറ്റ്. വണ്ടി എടുക്കാൻ നേരം റീടെസ്റ്റ് ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ ഇതുപോലെ 3 കൊല്ലമായിട്ട് റീടെസ്റ്റ് ചെയ്യാത്താണെങ്കിലോ നമ്മൾ ഈ 3 കൊല്ലത്തെ ഫൈന് നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ വണ്ടിയേക്കാളിലും ഇരട്ടി പൈസ നമ്മൾ ഈ ഒരു പേപ്പർ റെഡിയാക്കാനായിട്ട് തന്നെ എടുക്കേണ്ടി വരും റീടെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങ് ഒരു 8ൻ്റെ പണി നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ നോക്കിക്കോണം. അങ്ങ് ഒരു 8ൻ്റെ പണി നമുക്കായിട്ട് കിട്ടാൻ കാത്തിരിപ്പുണ്ട്. മെയിനായിട്ട് ഈ 800 2005 മുന്നേ ഉള്ള വണ്ടികൾക്കാണ് നമുക്ക് ഈ പണികൾ കിട്ടുന്നത്. ബാക്കിയുള്ള വണ്ടികൾക്ക് ഇനി വരുന്ന കൊല്ലങ്ങളിലേ പണി കിട്ടത്തുള്ളൂ. കാരണം അതിൻ്റെ വർഷം കഴിയണമല്ലോ. 15 കൊല്ലമല്ലേ ഒരു വണ്ടിയുടെ വാലിഡിറ്റി ഉള്ളൂ. ആ വർഷം കഴിയുമ്പോൾ അതിനിട്ടും പണി കിട്ടും. നമ്മൾ മെയിനായിട്ട് RC ബുക്ക് എടുത്ത് നോക്കണം, ഈ വാലിഡിറ്റി എന്നാണ് കഴിയുന്നതെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഓണറോട് എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ റേറ്റ് സംസാരിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പണികൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമായിരുന്നു. നമ്മളിനി കുറച്ച് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മെയിൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരുതി 800 മോഡിഫൈ ചെയ്യുന്ന വീഡിയോസായിരുന്നു നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു യൂട്യൂബറെ വീട്ടിൽ പോകുന്നില്ല, ആ യൂട്യൂബറെ വീട് കണ്ടെത്തി നമ്മൾ വഴിയും ആ യൂട്യൂബറെ വീടും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. കാരണം കൊറോണ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇന്ന് കയറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളങ്ങനെ ചെയ്യാത്തത്. കുറച്ച് ദൂരമുണ്ട്, 10-35 കിലോമീറ്റർ ഉണ്ട് അവിടെ വരെ പോകാനായിട്ട്. കോഴഞ്ചേരിയാണ്. കോഴഞ്ചേരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ബാക്കി നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.